സൗഹൃദമിതെന്നും ഒരു സുന്ദര കിസ, രണ്ടു മനം തമ്മിലിഴച്ചേർന്നൊരു പിസ, ഒട്ടിയൊട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ, കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തൽ രസ. നല്ല സുഹൃത്തുക്കൾ എന്ന് നമുക്ക് അസറ്റാണ് അല്ലേ? അങ്ങനെ ജെയ്സൺ നേടിയെടുത്ത സുഹൃത്താണ് ഹരിയും ടീംസ്. ഇന്നത്തെ ഗെറ്റ് ടുഗദർ ഞങ്ങൾ അവരുടെ കൂടെയാണ് ആഘോഷിക്കുന്നത്. ദേറ ട്വിൻ ടവറിലെ ഡാനിയൽ സ്റ്റാർ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്നത്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ഒരു ഭാഗമാണ് ബഫറ്റ് അല്ലെങ്കിൽ ബഫേ. ഞാൻ കംപ്ലീറ്റ്ലി ട്രൈ ചെയ്തത് സൂഷിയാണ്. എനിക്ക് കുറച്ച് താല്പര്യമുണ്ട് ഈ സൂഷിയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ടീമിലെ മെയിൻ ആളാണ് അതാ വരുന്നത്, കൊച്ചുവും ശരത്തും. കണ്ടോ, കൊച്ചു നമ്മുടെ ഹരിയുടെ സ്വന്തം ഭാര്യ. ഇതാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ ക്രൂ. ഹരി ആൻഡ് വൈഫ്, ദെൻ ജെറി ആൻഡ് ഫാമിലി, പിന്നെ ശരത്ത്. ഇവരെല്ലാവരും കൂടുന്ന ചെറിയൊരു ലോകമാണ് നമ്മളുടെ സൗഹൃദ ലോകം. അങ്ങനെ ചെറിയ ചെറിയ തമാശകളും ചർച്ചകളും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് നേരെ തിരിഞ്ഞത് അൽ ഖവനീജിലേക്കാണ്. ഒരു അർദ്ധരാത്രിയിലുള്ള നീണ്ട യാത്ര. ദുബായ് ഉണരുന്നത് എപ്പോഴും രാത്രിയിലാണല്ലോ. പ്രോമിസ് ബ്രിഡ്ജിലെ തിരക്കും കാഴ്ചകളും അന്തരീക്ഷവും എനിക്ക് പൊതുവെ പോസിറ്റിവിറ്റി തരും. എന്നാൽ ഞാൻ ഇന്ന് തീർത്തും ക്ഷീണതയായിരുന്നു. എനിക്കിതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്യുകയായിരുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഇവരും. സോ വി ആർ എൻജോയിങ് ദ മൊമെൻറ്റ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അതിൽ കൂടുതൽ റൊമാൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലൈഫ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. കണ്ടു, ജെറി സ്വന്തം കൊച്ചിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? സോ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് എൻജോയ് ഒക്കെ ചെയ്ത് ഖവനീജിലെ നമ്മളുടെ രണ്ടാമത്തെ വിസിറ്റാണിത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. എല്ലാവരും വിഷമത്തോടെ വീണ്ടും കാണാമെന്നുള്ള പറച്ചിലിൽ പിരിയുകയുണ്ടായി. ഏറ്റവും വെളുപ്പിന് 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് ചെന്നത്. ബൈ.